അതും പ്രത്യേകിച്ചും മതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇങ്ങനെ ഒരു അവസരം തന്നത് വിറകയലോടുകൂടി പിന്നെ നിങ്ങളെയെല്ലാം കാണണമെന്നുള്ള ഒരാഗ്രഹത്തോടും കൂടി മാത്രം സ്വീകരിച്ചതാണ്. ഇവിടെ എത്തിയിരിക്കുന്ന രണ്ടുപേരും രണ്ട് തുറകളിൽ, അത് ഇക്കാലത്ത് ഞാൻ ഓർത്തുപോവുകയാണ്, 53 നിങ്ങളെപ്പോലെ ഒരു ഫ്രഷായിട്ടൊരു ലെക്ചറായിട്ടൊരു കോളേജിൽ കയറിയപ്പോൾ എനിക്ക് എൻ്റെ മതത്തോട് ആകപ്പാട് മഹാപ്രശ്നമായി തീർന്നു. പ്രശ്നമേ പ്രശ്നം, വിശ്വാസ പ്രശ്നം. എന്ത് ചെയ്യും, എങ്ങനെ? അതെനിക്ക് തോന്നുന്നു ഓരോ ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടാകണം. ഇനി ഇക്കാലത്തിൽ അത് പ്രത്യേകിച്ചും വളരെ കൂടുതലാണ്. വിശ്വാസത്തിലേക്കുള്ള വിശ്വാസമില്ലായ്മയോ മറ്റുള്ള ചില പ്രേരണകളാൽ നമ്മളെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയോ എന്തൊക്കെ തകരാറുണ്ട്. അത് എന്നും നമ്മളെ കാർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന രണ്ടുപേര് മതം അതിന്റെ ശരിയായിട്ടുള്ള രീതിയിൽ ഇക്കാലത്ത് മനസ്സിലാക്കിയിട്ടുള്ളവരാണെന്ന് ഇപ്പോൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. ഒരാള് ഈ ഇന്റർ റിലീജിയസ് ഡയലോഗ് കൊണ്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വ്യക്തി. അതാണ് ഇക്കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി, പോം വഴി. എക്യുമെനിക്കലിസം പറഞ്ഞിട്ട് കാലം വളരെയേറെയായി. ടോയൻബി 56 പറഞ്ഞതാണ്. ഒരു കാലം വരും 56 നടക്കുമെന്ന് പറഞ്ഞു. ഇതുപോലെ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പ്രയാസമായിട്ട് വരും. എന്നിട്ട് മതങ്ങളെ അറിയുന്നൊരു കാലം വരും. അറിഞ്ഞതിന് ശേഷം മനസ്സിലാക്കി സ്നേഹിക്കുന്നൊരു കാലം വരും. എന്നിട്ട് വിട്ടുവീഴ്ചയോടുകൂടി ജീവിക്കും. 56 പറഞ്ഞത്. അതുപോലെ ഹക്സ്ലി, ഇങ്ങനെ പലരും ഈ ആശയങ്ങൾ പറഞ്ഞതിന്റെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ചും ഏറ്റവും ഓർത്തഡോക്സ് എന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യാനിറ്റിയോ അല്ലെങ്കിൽ ഇസ്ലാമോ ഇങ്ങനെയുള്ള സംവാദത്തിന് ഉൾപ്പെട്ട് അതിൽ നിന്നുള്ള ആശയം സ്വീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ്. അതാണ് അതിന്റെ വഴി. അദ്ദേഹം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പിന്നെ മതം ജീവിതമാണെന്ന് തെളിയിച്ചു കൊടുക്കുന്ന, മതത്തിൽ വിശ്വാസമില്ല, യുക്തിവാദിയാണ്, യുക്തിവാദികൾ ധാരാളമുണ്ട്. മതം രണ്ടു വിധത്തിലാണ് സ്വീകരിക്കാവുന്നത്. ഒന്ന് ഇൻറ്റ്യൂഷൻ കൊണ്ട്, ഒന്ന് റീസണിംഗ് കൊണ്ട്. ഫിലോസഫി, ഇൻറ്റ്യൂഷൻ ആൻഡ് ഫിലോസഫി, ഈ രണ്ടും കൊണ്ട്, റീസണിംഗ് കൊണ്ട് കൊണ്ടും കണ്ടുപിടിക്കാം, ഇൻറ്റ്യൂഷൻ കൊണ്ടും കണ്ടുപിടിക്കാം. അതില്ലെന്നും കണ്ടുപിടിക്കാം, ഉണ്ടെന്നും കണ്ടുപിടിക്കാം. കൂടുതൽ പറയുന്നത് ഉണ്ടെന്ന് കണ്ടുപിടിക്കാമെന്നുള്ളതാണ് രണ്ട് മാർഗങ്ങൾ, വേ ഓഫ് നോളജ്. ഇവിടെ എന്തോ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അതിൽ യുക്തിവാദി എന്നുള്ള നിലയിൽ ഇല്ല എന്നുള്ള രീതിയെ അവലംബിച്ചിട്ട് മതമായിട്ട് ജീവിച്ചു കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി, അതാണ് മതം. എന്താണ് മതമെന്ന് ചോദിച്ചാൽ ജീവിതമാർഗം. ആൾ മറ്റുള്ളവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് ജീവിക്കുക, മതം ജീവിക്കുക. അങ്ങനെ ഒരു വ്യക്തിയെ ഇവിടെ കിട്ടി. അപ്പൊ ഇവരുടെ നടുവിൽ ഈ കൊച്ചു മനുഷ്യൻ ഏജിന്റെ മാത്രം അഡ്വാൻറ്റേജില് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മോഡറേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തു വന്നാലും മോഡറേറ്റ് ചെയ്യണം. അതില് 30 മിനിറ്റ് ഒരാള് പ്രഭാഷണം നടത്തും, മറ്റദ്ദേഹം വേറൊരു 30 മിനിറ്റ്. അങ്ങനെ 30 മിനിറ്റ് സംസാരിച്ചതിന് ശേഷം അവർ തമ്മിൽ ഒരു സംവാദം ഉണ്ടാകും. ഒരാൾ ചോദ്യം ചോദിച്ച് മറ്റൊരാളിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടും. അത് 20 മിനിറ്റ് ഒരാളിന്, മറ്റേ ആളിനും 20 മിനിറ്റ്. അങ്ങനെ അതിനുശേഷം ഇതെല്ലാം കേട്ടതിന് ശേഷം നിങ്ങളെല്ലാവരും എന്തെങ്കിലും ആശയ വിനിമയം നടത്തണമെങ്കിൽ, സംശയ നിവാരണം വരുത്തണമെങ്കിൽ അതെല്ലാം സമയം തന്ന് അതും കൂടി നടത്തുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട്, ഞാൻ അബദ്ധമൊന്നും പറഞ്ഞില്ല എന്ന് വിശ്വസിക്കുന്നു, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാസംഗികരെ ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, അധ്യക്ഷരെ, ബഹുമാനപ്പെട്ട അക്ബർ, ആദ്യമായി ഈ ശബ്ദം അടഞ്ഞ ഒരവസ്ഥയിലാണ് എനിക്ക് സംസാരിക്കേണ്ടി വന്നത് എന്നൊരു വിഷമമുണ്ട്. ഈ പരിപാടി കേൾക്കുമ്പോൾ ഞാൻ കരുതിയത് ഇടയിറ്റാകുമ്പോഴേക്കൊക്കെ നല്ലോണം സംസാരിക്കാൻ കഴിയുന്ന, പക്ഷെ നിരന്തരം ഈ രാത്രികളിലെ പരിപാടി മൂലം വീണ്ടും വീണ്ടും മഞ്ഞുള്ള സമയത്ത് യാത്ര ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മരുന്ന് കഴിച്ചിട്ടും നല്ലോണം സുഖമായിട്ടില്ല. ആദ്യമായിട്ട് ഈ അപശബ്ദത്തിലൂടെ സംസാരിക്കുന്നതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്, പ്രത്യേകിച്ച് സംഘാടകരോട്. ഏറ്റൊരു പരിപാടി വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്താൽ ഉണ്ടാകുന്ന വിഷമം ആലോചിച്ചിട്ടാണ് സത്യത്തിൽ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. കുറഞ്ഞ സമയമാണ്. ഈ ആമുഖം
എൻ്റെ മിനിറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ മതവും മനുഷ്യനുമെന്ന വിഷയമാണ് സംഭാഷണത്തിന് വിധേയം. മനുഷ്യന് മതം അത്യാവശ്യമാണോ? അതൊരു അനിവാര്യ ഘടകമാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇത് 64ാമത്തെ വയസ്സാണ്. മതത്തിന്റെ ഒരു സേവനപരമായ നേട്ടവും ഞാനിതിനിടയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല. ഒരു 10-15 വയസ്സ് വരെയുള്ള കാലത്തൊക്കെ വീട്ടിലുള്ള മതത്തിലെ ചില ചടങ്ങുകളുടെ ഗുണം കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ മരിച്ചവർക്ക് നീർച്ചേച്ച് കൊടുക്കുമ്പോൾ സദ്യ ഉണ്ടാവും. അതൊരു വലിയ താല്പര്യമുള്ള വിഷയമാണ്. അങ്ങനെ ചില ആനുകൂല്യങ്ങൾ കിട്ടിയതല്ലാതെ മതം നൽകുന്ന മതപരമായ സംഭാവനകൾ എന്താണോ അതൊന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല, ഇന്നത്തെ ലോകത്തിലെ ഒരുപക്ഷെ 1/3 വിഭാഗം ആളുകളും മതേതര ജീവിതം നയിക്കുന്നവരാണ്. അതിൻ്റെ അർത്ഥം മതവിശ്വാസത്തെ ഒഴിവാക്കിയവരല്ലാണെന്നല്ല. മതേതരത്വം എന്ന് പറയുന്നത് മതനിഷേധമല്ല. മതത്തെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രം സ്വീകരിക്കുകയും ജീവിതത്തിന്റെ ഭൗതിക തലങ്ങളിൽ നിന്ന് അതിനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് മതനിരപേക്ഷതയ്ക്കുള്ളത്. ആഗോളതലത്തിൽ ഇന്ന് ഒരു 70% ആളുകളിൽ അത്തരം വീക്ഷണമുള്ളവരാണ്. ഇന്ത്യയിൽ പോലും അത് സത്യമാണ്. ഇന്ത്യ ഒരു മതരാഷ്ട്രമാണെന്ന് ഇന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഭരണഘടനാപരമായി മാത്രമല്ല, വിശ്വാസികൾ ഒരുപാട് കൂടി ഉണ്ട് എന്നത് സത്യമാണ്. ഇന്ത്യ ഒരു മുസ്ലിം പ്രദേശമാണ്, ഒരു ഹിന്ദു പ്രദേശമാണെന്നൊക്കെ ജനസംഖ്യ നോക്കി പറയാം. പക്ഷേ ഒരു മുസൽമാന് മതനിരപേക്ഷവാദിയാവാൻ കഴിയുമോ? ഒരു ഹിന്ദുവിന് അവന്റെ വിശ്വാസം നിർത്തിക്കൊണ്ട് മതനിരപേക്ഷവാദിയാവാൻ കഴിയുമോ? ഒരു ക്രിസ്ത്യാനിക്കും അങ്ങനെ കഴിയുമോ? കഴിയണം എന്നതാണ് വർത്തമാനകാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. മതപരമായ ഒരുപാട് മുൻവിധികൾ ഭൗതിക ജീവിതത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു എന്നത് മതചരിത്രത്തിന്റെ 1-ാം തരം തെളിവുകൾ കൊണ്ട് മനുഷ്യത്വം അനുഭവിച്ച യാതനകൾ വ്യക്തമാക്കുന്നതാണ്. ആ യാതനകൾ തുടർന്ന മനുഷ്യ സമൂഹത്തിന് ഉണ്ടാവാതിരിക്കാൻ മതക്കാർ തന്നെ കണ്ടുപിടിച്ച ഒരു പ്രതിഭാസമാണ് മതനിരപേക്ഷത. അത് കേവലം യുക്തിവാദികളുടെയും ഭൗതികവാദികളുടെയും ഒരു കണ്ടുപിടുത്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ മതനിരപേക്ഷത രംഗത്ത് വരുന്നത് അമേരിക്കയിലാണ്. തോമസ് ജെഫേഴ്സനാണ് അതിന്റെ അറിയപ്പെടുന്ന വക്താവ്. അതിന് മുമ്പാരെങ്കിലും പറഞ്ഞിട്ടില്ല ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ സാമാന്യ ചരിത്രത്തിന്റെ അംശ പറയുന്നത്. അദ്ദേഹം ഒരു ക്രിസ്തീയ രാഷ്ട്രത്തിലെ ഒരു ഭരണകർത്താവാണ്. അവിടുത്തെ അനുഭവങ്ങളിൽ നിന്നാണ് മതത്തിന് മേധാവിത്വമുള്ള സംസ്ഥാനങ്ങളിൽ ക്രമസമാധാനം പാലിക്കാൻ കഴിയുന്നില്ല എന്നും മതേതരവാദികൾ നേതൃത്വം കൊടുത്ത സംസ്ഥാനങ്ങളിൽ ശാന്തമായ ഭരണം നടത്താൻ സാധിക്കുമെന്നുമുള്ള അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രാനുഭവങ്ങളിൽ നിന്നാണ് തോമസ് ജെഫേഴ്സൺ മതനിരപേക്ഷ ചിന്ത അവതരിപ്പിക്കുന്നത്. അന്ന് ക്രിസ്തീയ ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ക്രിസ്തുമത രാഷ്ട്രങ്ങളായിരുന്നു. ഇന്നത്തെ ഇസ്ലാമിക ലോകം പോലെ ഇന്ന് ഭൂരിപക്ഷം ഇസ്ലാമിക രാഷ്ട്രങ്ങളും മതരാഷ്ട്രങ്ങളാണ്. പക്ഷെ ഇന്നത്തെ ക്രിസ്തീയ രാഷ്ട്രങ്ങൾ അങ്ങനെയല്ല. യൂറോപ്പിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരു പോപ്പ് മാത്രമേ ഒരു മതരാഷ്ട്രത്തിന്റെ വക്താവായിട്ടുള്ളൂ. ഭൂരിപക്ഷം ക്രിസ്തീയ രാഷ്ട്രങ്ങളും മതനിരപേക്ഷങ്ങളാണ്. ഒരു ചോദ്യം ഉയർന്നു വരുന്നു. എന്തുകൊണ്ടാണ് മതവിശ്വാസികളായ ഒരുപാട് ആളുകൾക്ക് പങ്കാളിത്തമുള്ള മതരാഷ്ട്രങ്ങളായ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിൽ അവർ മതത്തെ വരച്ച് ഇന്ന കാര്യങ്ങളിൽ മതം ഇടപെടേണ്ട എന്ന തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്കൻ ഭരണഘടനയിലും സോവിയറ്റ് ഭരണഘടനയിലും ദൈവത്തിന്റെ പരാമർശമില്ല. അതേസമയത്തോ മതത്തെ ഭരണകാര്യങ്ങളിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. മതവും ഭരണകൂടവും തമ്മിൽ വേർതിരിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ ഭരണകാര്യത്തിൽ മതം ഇടപെടുന്നത് നല്ലതല്ല എന്ന് യുക്തിവാദികൾക്കല്ല തോന്നിയിട്ടുള്ളത്. സോവിയറ്റ് റഷ്യ ഒരു പിൽക്കാലത്ത് അനുഭവമാണ്. അമേരിക്കയുടെ ഭരണഘടന വന്ന് 100-200 കൊല്ലം കഴിഞ്ഞിട്ടാണ്, ഒരു 150 കൊല്ലം കഴിഞ്ഞിട്ടാണ് സോവിയറ്റ് റഷ്യ വരുന്നത്. സോവിയറ്റ് റഷ്യയുടെ ആചാര്യന്മാർ ഭൗതികവാദികളായതുകൊണ്ട് അതിലൊരു പുതുമയില്ല, യുക്തിവാദികൾക്കൊരു പിൻബലമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അമേരിക്കൻ ഭരണഘടനയോ ക്രിസ്തീയ രാഷ്ട്രങ്ങളുടെ മതനിരപേക്ഷ ഭരണഘടനകളോ അങ്ങനെയല്ല. ഇംഗ്ലണ്ട് ഒരു ആംഗ്ലിക്കൻ ചർച്ചിന് പ്രാധാന്യമുള്ള മതരാഷ്ട്രമാണെന്ന് പറയാൻ പറ്റുമോ? ഭരണഘടനാപരമായി അവിടെ രാഷ്ട്രീയത്തിൽ ഒരു ആംഗ്ലിക്കൻ ചർച്ചിന് പ്രാബല്യമുണ്ട്. പക്ഷെ അവിടെ മതനിരപേക്ഷ ഭരണഘടനയാണ് അവർക്കുള്ളത്. ഇംഗ്ലണ്ട് പോലും